ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പെരുമ്പട്ടി സെൻറ്റർ മാർത്തോമ യുവജന സഖ്യമായി നടത്തിവരുന്ന നോമ്പുകാല ധ്യാന ചിന്തകളിൽ എനിക്കും ഭാഗമാകുവാൻ സാധിച്ച ദൈവകൃപയ്ക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വലിയ നോമ്പിൻ്റെ 27-ാം ദിനത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ അല്പസമയത്തെ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 33 മുതൽ 46 വരെയുള്ള വേദഭാഗങ്ങളാണ്. യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ പ്രധാനപ്പെട്ട നാളുകൾ. ക്രിസ്തുവിൻ്റെ പ്രവചനങ്ങളുടെ നിവൃത്തിയും പൂർത്തീകരണത്തിൻ്റെ ഭാഗമായി നിരവധി ഉപമകൾ ഉണ്ട്. അത്തരമൊരു ഉപമയാണ് ഈ വേദഭാഗത്ത് കാണുവാൻ സാധിക്കുന്നത്. ദൈവരാജ്യത്തിൻ്റെ മൂല്യം എന്ത് എന്നും ക്രിസ്തുവിൻ്റെ ജനങ്ങളായ നാം എങ്ങനെ ദൈവരാജ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളികൾ ആകണമെന്നും ഈ വേദഭാഗത്ത് നിന്ന് കാണുവാൻ സാധിക്കും. വേദപുസ്തകം ഈ വേദഭാഗത്തെ ജീവനുള്ള മൂലക്കല്ല് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. പ്രധാനമായും 3 ചിന്തകളാണ് ഈ വേദഭാഗത്ത് നിന്ന് കാണുവാൻ സാധിക്കുന്നത്. ഒന്നാമതായി, ഏൽപ്പിച്ചതിനെ പറ്റി ബോധ്യം ഉണ്ടാകുക. ദൈവം നമ്മെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത് അവൻ്റെ വേലയെ പ്രസിദ്ധമാക്കുവാനാണ്. ദൈവരാജ്യ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനം വചനമാണ്. സാധ്യതകളുടെ വലിയ ലോകത്ത് വഴിതെറ്റിപ്പോകുവാൻ സാധ്യതയേറുമ്പോൾ നമ്മിൽ ഏൽപ്പിച്ചിരിക്കുന്ന ലക്ഷ്യം എന്ത് എന്ന് തിരിച്ചറിയുവാൻ നാം തയ്യാറാകണം. അതിന് വചനം കൂടിയേ തീരൂ. വേദഭാഗത്ത് മൂലക്കല്ല് എന്ന് വിശേഷിപ്പിക്കുന്നതും ഈ സത്യവചനത്തെയാണ്. വചനമെന്ന അടിസ്ഥാനമുള്ള മൂലക്കല്ലിന്മേൽ പണിതിരിക്കുന്ന ഒന്നും നശിച്ചു പോകുകയില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ആയതിനാൽ നാം നമ്മുടെ ജീവിതങ്ങളെ ശോധന ചെയ്ത് ഏൽപ്പിച്ച ദൈവരാജ്യ പ്രവർത്തനങ്ങളെപ്പറ്റി ബോധ്യമുള്ളവരായി വചനമെന്ന മൂലക്കല്ലിൽ അടിസ്ഥാനമുള്ളവരായി വളരുവാൻ സാധിക്കണം. രണ്ടാമതായി, ഏൽപ്പിച്ചവനെക്കുറിച്ചുള്ള ഉൾബോധം ഉണ്ടാകുക. ഏൽപ്പിച്ചവനെക്കുറിച്ചുള്ള ഉൾബോധം ഉണ്ടാവേണ്ടത് അനിവാര്യമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഇതാ ഞാൻ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമായിട്ട് ശോധന ചെയ്ത കല്ലും വിലയേറിയ മൂലക്കല്ലുമായി ഒരു അടിസ്ഥാന കല്ല് ഇട്ടിരിക്കുന്നു, വിശ്വസിക്കുന്നവൻ ഓടിപ്പോകയില്ല. ദൈവരാജ്യ പ്രവർത്തനത്തെപ്പറ്റി ബോധ്യം മാത്രമല്ല, അത് ആര് നമ്മെ ഏൽപ്പിച്ചു എന്ന് ഉൾബോധം ഉണ്ടാകണം. വിശ്വാസത്തിൽ അടിയുറച്ച് ജീവിക്കുന്ന ഏവനും തളർന്നു പോകയില്ല എന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആയതിനാൽ വചനമെന്ന മൂലക്കല്ലിൽ അടിസ്ഥാനമിട്ട് സർവത്തിനും ഉപരിയായി ദൈവത്തെക്കുറിച്ചുള്ള ഉൾബോധം ഉള്ളവരായി തീരുവാൻ ഈ നോമ്പിൻ്റെ കാലങ്ങളിൽ നമുക്ക് ഏവർക്കും സാധ്യമായി തീരട്ടെ. മൂന്നാമതായി, ന്യായവിധിക്ക് വിധേയപ്പെടുമെന്ന് വിചാരിച്ച് ജീവിക്കുക. തൻ്റെ വേലയെ പ്രസിദ്ധമാക്കുവാൻ നമ്മൾ ഓരോരുത്തരെയും കർത്താവ് വിളിക്കുകയാണ്. എന്നാൽ ആ വിളി നാം കേട്ടില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൻ്റെ ഫലം മറ്റൊരുവന് നൽകും. എബ്രായ ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: നാം ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. ദൈവരാജ്യ പ്രവർത്തനത്തിലൂടെ മാനസാന്തരത്തിന് നല്ല ഫലങ്ങൾ നാം പുറപ്പെടുവിച്ചില്ല എങ്കിൽ വചനമെന്ന മൂലക്കല്ലിൽ നിന്നും നമ്മെ മാറ്റി ന്യായവിധിക്ക് വിധേയരാകുമെന്ന് കാണുവാൻ സാധിക്കും. ഈ നോമ്പുകാലം രൂപാന്തരത്തിൻ്റെ പുതിയ അനുഭവങ്ങൾ പകർന്നു നൽകുവാൻ സാധ്യമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, കേട്ട വചനത്തിനു മുമ്പിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. വചനമെന്ന മൂലക്കല്ലിന്മേൽ അടിസ്ഥാനമിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ആമീൻ.